കോഴിക്കോട് നിന്ന് ഇന്നലെ വന്ന ദാരുണമായ വാർത്തയായിരുന്നു വീഡിയോ ചിത്രീകരണത്തിനിടെ യുവാവ് വാഹനമിടിച്ച് മരിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകൾ. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് അവ്യക്തതകൾ തുടരുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു നിഗമനത്തിലേക്ക്, ഒരു വ്യക്തതയിലേക്ക് പോലീസ് എത്തിച്ചേരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതായത് ആൽവിനെ ഇടിച്ചത് ബെൻസ് ആണ് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. വാഹന ഉടമയുടെ ജീവനക്കാരൻ റയീസ് ആണ് വാഹനം ഓടിച്ചിരുന്നത്. വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ല എന്നാണ് പ്രാഥമിക നിഗമനം. ഷബീർ ഒമറുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷബീർ, ഈ കേസുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ അവ്യക്തതകളായിരുന്നു. ആദ്യം ഒരു ഡിഫൻഡർ ആയിരുന്നു ഇടിച്ചതെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് ഇപ്പോൾ അത് ബെൻസ് ആണെന്ന് സ്ഥിരീകരിക്കുന്നു. ഒരു യുവാവിന്റെ മരണത്തിനിടയ്ക്ക് ആ കേസുമായി ബന്ധപ്പെട്ട് ഏത് വാഹനമാണ് ഇടിച്ചതെന്ന് കണ്ടെത്താൻ പോലും കൂടുതൽ സമയമെടുക്കുന്നു. തുടക്കം മുതൽ അവ്യക്തതകൾ ഉണ്ടായിരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹതകളുണ്ടോ? ഇപ്പോൾ പോലീസ് എന്ത് പറയുന്നു ഷബീർ? ജിൽസി സൂചിപ്പിച്ചതുപോലെ വലിയ തരത്തിലുള്ള അവ്യക്തതകൾ ഈ അപകടവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നു. കാരണം ഇന്നലെ രാവിലെ 7 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. ഈ അപകടത്തിന് പിന്നാലെ പരിക്കേറ്റ ആൽവിനെ ഈ വാഹനം ഓടിച്ചിരുന്നവർ തന്നെ വേഗത്തിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു. നാട്ടുകാരുടെ പോലും സഹായം തേടിയില്ല എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അങ്ങനെ ആ നിലയ്ക്ക് ചില ദുരൂഹതകൾ ഉണ്ടായിരുന്നു. ശേഷം ഉച്ചയോട് കൂടിയാണ് പോലീസിന് ഈ വിവരം ലഭിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആശുപത്രിയിൽ നിന്നുള്ള ഇൻറ്റിമേഷൻ പ്രകാരം ആൽവിൻ്റെ മരണശേഷമാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. അതിനുശേഷമാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. ഇപ്പോൾ ഈ FIRൽ പ്രാഥമികമായി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കറുത്ത ഡിഫൻഡർ കാറാണ്, ലാൻഡ് റോവർ ഡിഫൻഡർ കാറാണ് ഇടിച്ചതെന്നായിരുന്നു FIRൽ രേഖപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഡിഫൻഡർ കാറാണ് ഇടിച്ചതെന്നായിരുന്നു FIRൽ രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ പോലീസ് എപ്പോഴും പറഞ്ഞത് FIRൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിൽ അക്കാര്യത്തിലൊരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്, വ്യക്തത വരേണ്ടതുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട്. എന്നാൽ പോലും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ രണ്ട് വാഹനങ്ങൾ, ഈ കാണുന്ന ലാൻഡ് റോവർ ഡിഫൻഡർ കാറും ഒപ്പം തന്നെ ബെൻസ് വാഹനവും ഒരേ ദിശയിൽ, അതായത് സമാന്തരമായി ഒരേ ദിശയിൽ ഒരേ സമയം വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടെ റോഡിന് നടുവിൽ നിന്നാണ് ആൽവിൻ വീഡിയോ ചിത്രീകരിച്ചിരുന്നത്. ആ സമയത്ത് ഇതിലൊരു വാഹനം ഇടിച്ച് ആൽവിന് പരിക്കേൽക്കുന്നു. തുടർന്ന് ഈ അപകടത്തിനിടയാക്കിയ വാഹനങ്ങളിൽ ഒന്നിൽ ആൽവിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു എന്നാണ് പോലീസ് പറഞ്ഞത്. അപ്പോൾ ഏത് വാഹനമാണ് ഇടിച്ചതെന്ന കാര്യത്തിൽ ഈ വാഹനം ഓടിച്ചിരുന്ന ഈ 999 ഓട്ടോമോട്ടീവ് എന്ന സ്ഥാപനത്തിന്റെ ഉടമകളിൽ ഒരാളായ സാബിത്തും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ജീവനക്കാരനായിട്ടുള്ള റയീസ് എന്നയാളാണ് ഈ വാഹനം ഓടിച്ചിരുന്നത്. അവർ നൽകിയ മൊഴിയിലും വൈരുദ്ധ്യമുണ്ടായിരുന്നു. തന്റെ വാഹനം ഇടിച്ചാണ് അപകടമെന്ന് രണ്ടുപേരും അവകാശപ്പെട്ടു. അവരുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നത് പോലീസിനെ കബളിപ്പിക്കാനാണ് എന്നതടക്കം പോലീസിന് നിഗമനം ഉണ്ടായിരുന്നു. അതിലും വിശദമായ ചോദ്യം ചെയ്യലാണ് ഈ വാഹനം. ഇപ്പോൾ ഈ കാണുന്ന തെലങ്കാന രജിസ്ട്രേഷനിലുള്ള വാഹനമാണ്. ഈ തെലങ്കാന രജിസ്ട്രേഷനിലുള്ള ആഡംബര വാഹനമായ ബെൻസ് കാർ ഇടിച്ചതാണ് ഈ അപകടം ഉണ്ടായത്, ആൽവിന് പരിക്കേറ്റതെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ ചെറിയ പാടുകൾ കൂടിയുണ്ട്. അതുകൂടി പ്രധാനപ്പെട്ട തെളിവായി മാറും. കാരണം ഈ പോലീസിന് ഇന്നലെ അവ്യക്തത നിലനിൽക്കുമ്പോഴും മോട്ടോർ വാഹന വകുപ്പ് വന്ന് ഈ രണ്ട് വാഹനങ്ങളും പരിശോധിച്ച് കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു ഈ വാഹനം ഇടിച്ചാണ് അപകടം ഉണ്ടായിട്ടുള്ളത് എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിഗമനമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോഴും പോലീസിന് ചില വ്യക്തതകൾ വരേണ്ടിയിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് പോലീസ് കൂടി സ്ഥിരീകരിക്കുന്നത് ഈ വാഹനം ഇടിച്ചാണ്, വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടിരിക്കുന്ന ഈ ബെൻസ് വാഹനം ഇടിച്ചാണ് ആൽവിന് പരിക്കേറ്റിട്ടുള്ളത് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ കണ്ടെത്തലാണ് പോലീസ് നടത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ജിൽസി, ഒറ്റ നിമിഷം, അതായത് ഈ വാഹനത്തിന് രേഖകൾ സംബന്ധിച്ച് ചില പ്രശ്നങ്ങളുണ്ട്. ഇൻഷുറൻസ് ഇല്ല എന്നാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തൽ. അതുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസ് ഇല്ലാത്തതിനാൽ ഒരു പക്ഷേ വാഹനം മാറ്റി പറഞ്ഞതാകാനുള്ള സാധ്യത കൂടി പോലീസ് മനസ്സിലാക്കുന്നുണ്ട്. ആ നിലയ്ക്ക് ഇപ്പോൾ രണ്ടുപേര്, ഈ വാഹനം ഓടിച്ചിരുന്ന രണ്ടുപേർ സാബിത്തും റയീസുമാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇനി സ്വാഭാവികമായും തുടർ നടപടികളുണ്ടാവും. ഏതെല്ലാം വകുപ്പുകൾ വരുമെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ വരുന്ന വകുപ്പാണ് നേരത്തെ ചുമത്തിയിരുന്നത്.